ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീക്കെൻഡ് ഒന്നല്ല, ഇന്ന് ബുധനാഴ്ചയാണ്. പക്ഷെ ബാബിക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് കഴിക്കാനുള്ളൊരു സ്ഥലം നോക്കണം, അത്രയേ വേണ്ടുള്ളൂ. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി തന്നെയാണ്. ഇന്ന് തന്നെയാണ് നമ്മൾ എയ്സൂൻ്റെ സ്കൂളിൽ പോയിട്ട് ലീവ് അപ്ലൈ ചെയ്തതും എല്ലാം. അങ്ങനെ ഇവാന് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ പാർക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രി പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും. ചോറിൻ്റെ ചെമ്പ് പിന്നെ എപ്പോഴും ഷിയാബാക്കാനാണ് പിടിക്കാറ്. ഞാനാണെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് പിടിച്ചിട്ടുള്ളത്. ബാബി പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ ഇക്കത അച്ചാറ്, കച്ചമ്പറ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഒരാളും വെറുതെ നടന്നിട്ടില്ല, എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയുടെ ഡിക്കിയിൽ എല്ലാം വെക്കുകയാണ്. നല്ല ചൂടുള്ള ബിരിയാണി ആയതുകൊണ്ട് ഏതൊക്കെയോ നെസ്റ്റോൻ്റെ അങ്ങനെ എന്തൊക്കെയോ ഓഫറിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഡിക്ക് നോക്കണ്ട, അതിൽ പണി ഐറ്റംസ് ആണ് കംപ്ലീറ്റ് ഉള്ളത് കേട്ടോ, സൈറ്റിലെ പണി ഐറ്റംസ്. ഞങ്ങളിവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇക്കയും ഇവാനും ഈസയും കൂടിയിട്ട് ലോണ്ടറിങ്ങിൽ പോയിട്ട് ഇക്കാരുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കൊടുന്നേ. ഇവർ രണ്ടുപേരാണെങ്കിൽ ഇത്ര നേരം മണ്ണിൽ കളിച്ചിട്ട് നേരെ കാലോട് കൂടി കയറും. അപ്പം എയ്സു എപ്പോൾ വണ്ടി കയറുമ്പോഴും കാലൊക്കെ കൊട്ടി നീറ്റാക്കിയിട്ട് കയറുള്ളൂ. ഇവാന് പിന്നെ ആ ചെരുപ്പിട്ട പാടെ കയറി. പിന്നെ ഞങ്ങളിതാ 4 പേര് ബാക്കി ഇരുന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇവാനിൻ്റെ കാര്യത്തിൽ പിന്നെ ടെൻഷനില്ല, എയ്സു എന്നെ ഹാൻഡിൽ ചെയ്യണോണ്ട് കുഴപ്പമില്ല. അപ്പം ഞങ്ങളിതാ ബാക്കി ഇരുന്ന് ഞങ്ങൾ 4 പേരെ വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ നമ്മൾ പോവാനുള്ള സ്ഥലം നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നില്ല. പിന്നെ നമ്മൾ ദുബായ് പബ്ലിക് പാർക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. പക്ഷെ വണ്ടിയായിട്ട് വരുമ്പോൾ വണ്ടിയുടെ പാർക്കിങ് നമ്മൾ 10 dirhams എക്സ്ട്രാ കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ടൈം വരുന്നത്, അതായത് പാർക്കിൻ്റെ പാർക്കിംഗ് ടൈമും വരുന്നത് 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. നമ്മൾ എത്തിയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞ് 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയിട്ടുള്ളത്. ആകെ 1 hour നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ സ്പോട്ട് അന്വേഷിച്ച് നടക്കുന്നത്. ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടുള്ളത് കൊണ്ട് നല്ല നല്ല സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ ഇവർ വേണ്ടെന്ന് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് പോയി പ്രൈവസി ആഗ്രഹിച്ചിട്ട് ഒരു ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലം ഇവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ നോക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും നമ്മളെ ദുബായ് എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അവർ കണ്ടുപിടിച്ചെന്നല്ല, എൻ്റെ കെട്ടിയോൻ തന്നെ കണ്ടുപിടിച്ച സ്പോട്ടാണ്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതിനും ലൈറ്റുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വേറെ കണ്ടായിരുന്നു. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു എൻഡ് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. കറങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങനെ കറങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇതാ ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ഹട്ട് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇവാന് പിന്നെ ഈ മണൽ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണൽ. അപ്പോൾ അതിൽ ഓടിക്കളിക്കുകയാണ്. അവളെ പിന്നാലെ ഞാനും കളിക്കുകയാണ്. എനിക്ക് മണൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ദമ്മ് നമ്മൾ കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എങ്ങനെ ഉണ്ടെന്നൊന്നും ഞാനും ബാബിയും തുറന്നു നോക്കിയിട്ടുണ്ടെന്നില്ല. ജസ്റ്റ് ഫോയിൽ പേപ്പർ ഇട്ട് കവർ ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഫോയിൽ പേപ്പർ മാറ്റിയപ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ, നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഷിയാബാക്ക ദമ്മൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ബാബിയാണ് ഫുഡ് സെർവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇപ്പോഴുള്ള ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ 3 ആളെ ഫ്ലാഷ് അടിച്ചു കൊടുത്തിട്ടാണ്. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഫ്ലാഷ് അടിക്കുന്നുണ്ട്, ഈ ഒരു സൈഡിൽ നിന്ന് ഫ്ലാഷ് അടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയെങ്കിലും വെളിച്ചമുള്ളത് കേട്ടോ. ഉണ്ടാക്കിയ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. അരി കുറച്ച് കുറവിലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പറ്റി പറയാണ്. ഇവിടെ ആണെങ്കിൽ ബിരിയാണിയുടെ മണം വന്നിട്ട് 2-3 പൂച്ചകൾ. എനിക്കാണെങ്കിൽ പൂച്ചനെ ഭയങ്കര പേടിയാണ്. ഞാൻ 2 കാലും കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പൂച്ചനെ പേടിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടെന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളതും എല്ലാതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് നമ്മൾ ഇടേണ്ടതും അവിടെ തന്നെ ഉണ്ട്, വേസ്റ്റ് ബിന്നും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് കുറച്ച് നേരം പാർക്കിൽ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. എയ്സും ഇവാനും പിന്നെ ഫുള്ള് ഓടലാണ്. അപ്പോൾ ടോയ്ലറ്റ് കണ്ടപ്പോൾ പിന്നെ ഞാനും ഇവാനും എയ്സാണ് കയറിയത്. ബാബി പിന്നെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇവാനിൻ്റെ ആയതുകൊണ്ട് ലാസ്റ്റ് ഞാനാണ് കേട്ടോ വാഷ് ചെയ്യാൻ വന്നത്. അങ്ങനെ ഞങ്ങളിതാ കൈ കഴുകാൻ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവാനിനെ എത്തണില്ലേ, ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാനതിന് കൈ കഴുകിയിട്ട് ഇവാനിനെ കഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നിരുന്നത്. എന്നിട്ട് വേണമല്ലോ ഇനി പാർക്കിൽ പോയിട്ട് തുള്ളിച്ചാടാൻ. അതുകൊണ്ട് കൈ കഴുകാനും ഒന്നിനും അവർക്ക് സമാധാനം ഇല്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എയ്സ് ഇവാനും കൂടിയിട്ട്. ഇവിടുത്തെ ടോയ്ലറ്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ടോയ്ലറ്റൊക്കെ എന്ത് ഡിഫറെൻ്റ് ആണല്ലേ. ചെറിയൊരു ഒരു പബ്ലിക് പാർക്കിലൊരു ടോയ്ലറ്റിൻ്റെ നീറ്റ്നെസ് ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കാവുന്നുള്ളൂ. അത്രയും നീറ്റിലാണ് കേട്ടോ. നമ്മൾ പോയി വന്നാൽ പോലും നമുക്കും ക്ലീൻ ചെയ്തിടാൻ തോന്നും.
അത്രയും നീറ്റിലാണ് ഇവിടുത്തെ ടോയ്ലറ്റുകൾ വരെ കിടക്കുന്നത്. അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു മന്ദഗതിയാണ് എനിക്ക് വയറ് ദമ്മായി കഴിഞ്ഞാൽ. അപ്പം ഞാനും ബാബി എന്താ പതുക്കെ നടക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരൊക്കെ ഓടി കളിക്കണ സ്ലൈഡറാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ അതാ ഫസ്റ്റ് ഓടിയിട്ടുണ്ട്. കൈ കഴുകലും ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് സമയം 9:30 ആയിട്ടുണ്ട്. ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്ന് ഇനി 30 മിനിറ്റ്സ് അബോ ഉള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ എയ്സു ദാ ഫസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എയ്സു വേറെ എന്തിലോ കയറാൻ ഓടിയിട്ടുണ്ട്. ഇവാനും എയ്സുവിൻ്റെ പോലെ സ്ലൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം എന്താണെന്നറിയില്ല. ആൾ അവിടെ തന്നെ ഇരുന്ന് ലാസ്റ്റ് ഇക്ക പിടിച്ചിറക്കുകയാണ് ചെയ്തത്. ആള് ഭയങ്കര ആക്റ്റീവാണ് എയ്സു ഉണ്ടെങ്കിൽ, പക്ഷെ അല്ലാണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇക്ക ഫുള്ള് ഇവാനിൻ്റെ പിന്നാലെയാണ്. ഇവാൻ എവിടെയെങ്കിലും സ്റ്റക്കായി ഇരിക്കും, ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുക. പിന്നെ ഷിയാബാക്കും ബാബി എന്താ കപ്പിൾസായിട്ട് ഊഞ്ഞാലാടാൻ പോയിട്ടുണ്ട്. രണ്ടാൾ ആ ഒരു സൈഡിൽ ഊഞ്ഞാലാടിയിട്ടുണ്ട്. പിന്നെ കണ്ട സ്ലൈഡറാണ് കേട്ടോ ഇത്. വളരെ കുട്ടി സ്ലൈഡറാണ്. ഇവാനിന് ഇത് എങ്ങനെ എവിടെയെങ്കിലും കയറാം. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും എയ്സനും ഇവാനിനും കുറച്ചേരം ഊഞ്ഞാലാട്ടിയേ. അല്ലോ ഇക്കൊന്നും പറ്റില്ല, ബാലൻസ് പറ്റില്ല. ഈ ഒരു ബാസ്ക്കറ്റ് ഐറ്റം ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഇയർ ബാലൻസ് പോണോണ്ട് എനിക്ക് അതിൽ ഇരിക്കാൻ പറ്റില്ല. ഇവർക്കാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജസ് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഓക്കെയാണ്. ഷിയാബാക്ക് എല്ലാവരും കയറ്റിക്കിട്ടോ എല്ലാത്തിലും. എനിക്കാണെങ്കിൽ ബാലൻസ് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇവാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ലാസ്റ്റ് ആ പാവം ബാബിനെ ഇട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. ബാബി ഭയങ്കര ഓളിയിടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം നല്ല തലകറക്കുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല. അതേപോലെ നല്ല തലകറക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ രണ്ടാൾ ആകെ കൂടി ഒരുമിച്ചിരുന്നിട്ടുള്ളത് ഈ ഒരു ഊഞ്ഞാലയിലാണ് കേട്ടോ. ഇക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സാഹസികത ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇങ്ങനെയൊക്കെ ഇരുത്താനേ ഇഷ്ടമുള്ളൂ ആൾക്ക്. അപ്പോൾ ആളെന്നോട് പറയാണ് നീ അതിൽ കയറണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി എല്ലാവരും വിളിച്ച് പോവാൻ നിൽക്കണ നേരത്ത് ഷിയാബാക്കും ബാബിന്താ ഈ ഒരു സിസോയിൽ കയറിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞങ്ങളെയും പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മണി കഴിഞ്ഞ് പാർക്കിൽ കൊണ്ടുപോയില്ലേ ഇത്ര നേരം എവിടെ പോയത്? അതാ പറഞ്ഞേ ഇനി മുള്ളുണ്ടാവും. മുള്ളു കുത്തി പോകുന്ന കൊറേ നേരം പറഞ്ഞു. മുള്ളു ചാൻസ് ഉണ്ട്. കാരണം അവൻ്റെ കാലുമ്മ ചെറുതായിട്ടൊരു മുള്ള് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുള്ള് ഉള്ളിലൊന്നും ഇരിക്കണില്ല, കുത്തിയ ഒരു ചെറിയൊരു പോർഷൻ കാണുന്നുണ്ട്. ചെരുപ്പില്ലാതെ ഇത്ര നേരം അവിടെ എന്തൊക്കെയോ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് നമ്മൾ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകുമ്പോൾ ശരിക്കും നമ്മളെ നാടിനൊരു ഫീൽ ചെയ്യണ ഒരു പോലെ ഉണ്ട്. എനിക്ക് തോന്നിയത് മറ്റേ അതിരപ്പള്ളി ആ ഒരു പോർഷനൊക്കെ പോണ പോലെക്ക് ഫീൽ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോന്നിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നു ശരിക്കും നാട് പോലെ ഫ്ലവേഴ്സും പിന്നെ നിറയെ മരങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റ് നമ്മളവിടുത്തെ പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിൽ നേരെ പോണത് ഒരു 2-3 ജോഡി ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു ഇവാനിനും എയ്സൂനും ഒക്കെ. ഇവർ നാട്ടിൽ പോവാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് അൽഫാൻ എമിറേറ്റ്സിക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ നല്ല ഓഫറിൻ്റെ ഡ്രസ്സുകളും നല്ല സെലക്ഷനൊക്കെയാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോവാണ്. എയ്സൂനും ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ട്രോളി എന്ന് പറഞ്ഞാൽ കാർ ട്രോളിയാണ്. കാറിൽ ഡ്രൈവ് ചെയ്തിട്ട് പോലെ പോകാൻ പറ്റിയ ട്രോളിയാണ് കേട്ടോ. അപ്പോൾ എയ്സു ആ ട്രോളി എടുത്തിട്ട്
ഇവാനിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആകെ ഒരു ട്രോളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ഇവാനും വേറെ ഏതോ ലോകത്ത് നടക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെ ഹാങ് ഓവറും പാർക്കിൽ കളിച്ച ഹാങ് ഓവറൊക്കെ കൂടിയിട്ട് ഇതുപോലെ ഇരുന്ന് പോകാൻ പറ്റിയ ട്രോളിയാണ്. ഇവിടുത്തെ ഇത്രയും വലിയ ഷോപ്പാണ്. ഇപ്പോൾ ഒരുപാട് കളക്ഷനും എല്ലാം ഉണ്ട്. അപ്പോൾ കുറേ ഡ്രസ്സ് എടുക്കുന്നവർക്കൊക്കെ നല്ല വേർത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. നമ്മൾ ഈസൂന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകുമ്പോൾ. ഈ ഒരു മിലിറ്ററി ഗ്രീനും വൈറ്റും ടോപ്പ് ഉള്ളതാണ് കേട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഡ്രസ്സിങ് റൂം കിഡ്സിനില്ല, മേലിനുള്ളത്. അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ ഇവിടുന്ന് തന്നെ ധാരാളം മതി. കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ബനിയൻ്റെ മേലെ കൂടെ ഇതൊക്കെ ഒന്ന് വെയർ ചെയ്ത് നോക്കി. ഓക്കെയാണ് കേട്ടോ സൈസ്. ബാബി ഷാബാക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എടുക്കണ നേരം വരെ. ഇവാന് പിന്നെ കണ്ടില്ലേ ഫുള്ള് ഓരോ റാക്കിനുള്ളിൽ പോയി ഒളിച്ചു നിൽക്കും. ഇത് വലിയ ഷോപ്പായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് രണ്ടാളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൾക്കാണെങ്കിൽ ഫ്രോക്കും ഇതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇട്ട് കാണാൻ ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇതാകുമ്പോൾ കുറേ നാൾ ഏത് ക്ലൈമറ്റിൽ ഇടാൻ പറ്റും. ഫ്രോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അധികം. പിന്നെ വളരെ കുറവാണ് കേട്ടോ അവൾക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. കൂടുതലും ഇങ്ങനത്തെ മോഡൽ വെയറാണ്. ആ ഒരു ഡ്രസ്സും പിന്നെ ഇവാനിന് കുറച്ച് ഡ്രസ്സും പിന്നെ നാട്ടിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സും നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.